credo in unum Deo. സർവശക്തൻ താതനുമായിടുമേകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൃശ്യാദൃശ്യങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താഴിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വർലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ താതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്തുവന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്നു നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ ധ്യാന വിഷയമാക്കുക. അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന
അത്ഭുതമാണ് വിവരിച്ചിട്ടുള്ളത്. യേശു ശിഷ്യരോടൊപ്പം സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതർക്ക് ആശ്വാസം നൽകുകയും ചെയ്തു വരികയായിരുന്നു. ഈശോയുടെ വചനങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായി തോന്നി. അതുകൊണ്ടാണ് സമയം പോയത് അവരറിയാതിരുന്നത്. ആർക്കും മുഷിപ്പ് തോന്നിയില്ല. കാരണം അവിടുത്തെ വചനങ്ങൾ അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായിരുന്നു. അവരുടെ ജീവിതത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന വചനമായിരുന്നു അവിടുത്തേത്. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുന്ന് നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യേശുവിനെ കേൾക്കുന്നതിന് വേണ്ടി അവിടെ ആളുകൾ ഓടിക്കൂടിയത്. സായാഹ്നമായിട്ടും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. കൂടെയുണ്ടായിരുന്ന ശിഷ്യർക്ക് പക്ഷേ അവരെ പിരിച്ച് വിടണം എന്ന താല്പര്യമുണ്ടായിരുന്നു. കാരണം അവർ ക്ഷീണിച്ചിരുന്നു. അവർക്ക് വിശ്രമം ആവശ്യമായിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് യേശുവിനോട് പറയുന്നതിന് പകരം അവർ പറഞ്ഞ ഒരു കാര്യമാണ്, വൈകുന്നേരമായി, ഇനി അവരുടെ വീടുകളിലേക്ക് പോയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവർക്ക് വിശക്കുന്നുണ്ടാകണം, അവർ വീടുകളിൽ പോയി ഭക്ഷിക്കട്ടെ. അതുകൊണ്ട് അവരെ പറഞ്ഞയച്ചാലും എന്നാണ് സൗമ്യമായി അവർ പറഞ്ഞത്. ഇവിടെ അപ്പസ്തോലന്മാർ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ കാര്യങ്ങളിലല്ല, സ്വന്തം കാര്യങ്ങളിലാണ് ഈശോയുടെ ശിഷ്യന്മാർ താല്പര്യമെടുത്തത്. ഈശോ അത് മനസ്സിലാക്കി. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് അസാധ്യമാണ് എന്ന് യേശുവിനറിയാമായിരുന്നു. കാരണം അവിടെ അവരുടെ കയ്യിൽ ഭക്ഷണമില്ല, അത് വാങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ല. പണമുണ്ടായാൽ തന്നെ ഭക്ഷണം കിട്ടാൻ സൗകര്യമില്ല. ശിഷ്യരുടെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അവരെ തീറ്റിപ്പോറ്റുക. ഇവിടെ യേശുവിൻ്റെ ജനങ്ങളുടെ നേർക്കുള്ള അനുകമ്പയും കരുതലും കാവലും ഒക്കെ വ്യക്തമാവുകയാണ്. ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കാൻ യേശു സന്നദ്ധനായില്ല. അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കണം എന്നാഗ്രഹിച്ച യേശുവിനെയാണ് ഇവിടെ കാണുന്നത്. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ യേശു ശിഷ്യരോട് പറഞ്ഞത്. അവർ പറഞ്ഞു, ഇവരെ തീറ്റിപ്പോറ്റണമെങ്കിൽ 200 ദെനാറായിക്കുള്ള ഭക്ഷണമെങ്കിലും വേണ്ടിവരും. 200 ദെനാറ വലിയൊരു തുകയാണ്. അതേതായാലും ഉണ്ടാകില്ല. അതുകൊണ്ട് യേശു സ്വാഭാവികമായും അവരെ പറഞ്ഞയക്കുമെന്നാണ് അപ്പസ്തോലന്മാർ കരുതിയത്. ഒരു കാരണവശാലും വിശക്കുന്നവരെ പറഞ്ഞയക്കാൻ യേശു സന്നദ്ധനായിരുന്നില്ല. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു,
നിങ്ങളവരെ പുൽത്തകിടിയിൽ 50 100 ഉള്ള പന്തികളായിട്ട് ഇരുത്തുവിൻ. ശിഷ്യന്മാരങ്ങനെ ചെയ്തു. വലിയ ഒരു ജനസമൂഹത്തെ ഇരുത്തിയത് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാനുള്ള സൗകര്യത്തിനാണ്. ഈശോ അവരോട് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം, ആരുടെയെങ്കിലും കയ്യിൽ അപ്പമോ മീനോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക എന്നാണ്. അതായത് മനുഷ്യൻ്റെ വിഭവശേഷിയെ പ്രയോജനപ്പെടുത്താൻ യേശു സന്നദ്ധനാവുകയാണ്. അവിടെ അപ്പവും മീനും കിട്ടി. അത് ഒരു കൊച്ചുകുട്ടി അവൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. ശിഷ്യന്മാരത് ചോദിച്ചു വാങ്ങി. ശാന്തമായിട്ടിരുന്ന ആ സമൂഹത്തിൻ്റെ മുൻപിൽ യേശു വലിയൊരു അത്ഭുതം കാണിക്കുകയാണ്. പല കാര്യങ്ങളും അവിടുന്ന് അപ്പമെടുത്തു. അതുകൊണ്ട് അവന് ദൈവത്തിൽ ആശീർവദിച്ചു ജീവിക്കേണ്ടത്. സ്വർഗ്ഗത്തിലേക്ക് അപ്പം വർദ്ധിപ്പിക്കാനാവില്ല. അതിനുശേഷം അത് വാങ്ങിക്കൊടുത്ത് നൽകാനും അവന് കഴിയാത്ത അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയാണ്. മനുഷ്യരിലെ പരിമിതികളിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിന്റെ സഹായം തേടി എന്നാണ്. എല്ലാം ഉണ്ടെങ്കിൽ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് കൃപ ചോദിച്ചാണ് അവിടെയാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. ശിഷ്യന്മാര് അപ്പം വിളമ്പി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മനുഷ്യന് വലിയ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നുവെന്നുള്ളതാണ്. അവന് സാധ്യമായ കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. അവൻ്റെ കഴിവിന് അപ്പുറത്താണ് പല കാര്യങ്ങളും. അതുകൊണ്ട് അവന് ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കേണ്ടത്. മനുഷ്യന് അപ്പം വർദ്ധിപ്പിക്കാനാവില്ല. അത് വാങ്ങിക്കൊടുക്കാൻ പോലും അവന് കഴിയാത്ത സാഹചര്യമാണ്. മനുഷ്യൻ്റെ പരിമിതികളിൽ മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കണം. എല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടമാണിത്. അവിടെയാണ് കുറവുകളുള്ള, പോരായ്മകളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഈ അപ്പം വർദ്ധിപ്പിക്കൽ ഈശോ നടത്തുന്നത്. എല്ലാവർക്കും അവർ വീതിച്ചു കൊടുത്തു. അപ്പസ്തോലന്മാർ ശുശ്രൂഷകരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ കാണാം. അവരത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. മനുഷ്യർക്കാർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാവില്ല. ദൈവം മനുഷ്യരിലൂടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സത്യം ഗ്രഹിച്ചാൽ ഇന്നത്തെ ആൾ ദൈവങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ചില മനുഷ്യർ സ്വയം ഉയരുകയാണ്. ചിലരെ സമൂഹം ദൈവ മനുഷ്യരായി, ആൾ ദൈവങ്ങളായിട്ട് വണങ്ങുകയാണ്. അത് വ്യാജമായൊരു കാര്യമാകുന്നു എന്നാണ് ഈ വിവരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മനുഷ്യർ സഹായികൾ മാത്രമാണ്. ഒരു മനുഷ്യനും ദൈവിക ശക്തിയില്ല. ചില മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ ചില മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഈ അപ്പം വർദ്ധിപ്പിച്ചത് അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി മാത്രമായിരുന്നില്ല.
അത് പ്രതീകാത്മകമായ ഒരു കർമ്മമായി നമ്മൾ കാണണം. പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം അലഞ്ഞു തിരിഞ്ഞപ്പോൾ അവർക്ക് ദൈവം മന്ന വർഷിച്ചു കൊടുത്തു. അത് ഈ അപ്പം വർദ്ധിപ്പിക്കലിൻ്റെ ഒരു മുൻ പ്രവർത്തനമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇതിന് മറ്റൊരു സൂചനയുമുണ്ട്. അത് ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയുടേതാണ്. അപ്പം മന്ന വർഷിച്ചിടത്തും ഇവിടെ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയപ്പോഴും കുർബാന സ്ഥാപിച്ചപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവ മനുഷ്യനെ സഹായിച്ചുകൊണ്ട് അവൻ്റെ കൂടെയുണ്ട് എന്ന സന്ദേശം വളരെ വ്യക്തമാവുകയാണ്. അവര് ഭക്ഷിച്ച് തൃപ്തിയായതിനു ശേഷം മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ 12 കുട്ടകളിൽ നിറച്ചു എന്നാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക മാത്രമല്ല, അവന് സമൃദ്ധി കൈവരുകയും ചെയ്യുന്നു. അതുകൊണ്ട് അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം. ദൈവം മനുഷ്യൻ്റെ കാര്യങ്ങളിൽ മനുഷ്യരെക്കാൾ കൂടുതൽ താല്പര്യമുള്ളവനാണ്. മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നവനാണ് ദൈവം. മനുഷ്യനെ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു തുടങ്ങിയ ചിന്തകൾ നമുക്ക് നൽകുകയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ തൻ്റെ ഇടപെടലിലൂടെ പരിഹരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷകന്റെ 6-ാം അധ്യായം 3-ാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശോയുടെ സഹോദരീ സഹോദരന്മാർ ആര് എന്നുള്ളതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം. അതായത് മർക്കോസ് ശ്ലീഹ ഈ സുവിശേഷം എഴുതുമ്പോൾ ഈശോയുടെ സഹോദരീ സഹോദരന്മാര് ദൈവജനത്തിന് അല്ലെ ആദിമസഭയ്ക്ക് പരിചിതരായിട്ടുണ്ടായിരുന്നു എന്നാണ് പലരും വാദിക്കുന്നത്. ഇത് വലിയൊരു ദൈവശാസ്ത്ര പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതിന് കാരണം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നിത്യകന്യാത്വം എന്ന സഭയുടെ വിശ്വാസ സത്യത്തെ നിഷേധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പലരും ഈ വാചകത്തിന് അനാവശ്യമായ വ്യാഖ്യാനവും ഊന്നലും നൽകുന്നത് എന്ന് നമുക്കറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന സഹോദരീ സഹോദരന്മാര് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇവിടെ സഹോദരന്മാര് എന്ന് ഉദ്ദേശിക്കുന്നത് അദൽഫോയ് എന്ന ഗ്രീക്ക് വാക്കാണ്. ഈ വാക്കിന് സഹോദരന്മാരെന്ന സ്വാഭാവികമായ അർത്ഥമുണ്ട്. ഒരേ അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ എന്ന സാഹോദര്യത്തിന്റെ അർത്ഥമുണ്ട്. കുറെ കൂടി വിശാലമായ അർത്ഥത്തില് സഹോദരീ സഹോദരന്മാരുടെ മക്കൾ എന്നുള്ളൊരർത്ഥത്തിൽ വേണമെങ്കിലും ഗ്രീക്കിൽ അദൽഫോയി എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഈ വാക്കിന്റെ ഉപയോഗത്തിൽ നിന്ന് കൃത്യമായി ഇത് ഒരേ അപ്പനും അമ്മയ്ക്കും ജനിച്ച സഹോദരങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നിയതമായ ഒരു തീരുമാനത്തിലെത്തുക ബുദ്ധിമുട്ടാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കാവുന്നത്, ഈ മർക്കോസ് സുവിശേഷകൻ ഈ വചനം എഴുതുമ്പോൾ ഇത് എഴുതിയ അതേ മർക്കോസ് സുവിശേഷകൻ തന്നെ
6-ാം അധ്യായം 3-ാം വാക്യം എഴുതിയ സുവിശേഷകൻ തന്നെ. 6:3 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഇവന്റെ സഹോദരൻ യാക്കോബ്, യോസെ, യൂദ, ശെമയോൻ എന്നിവരെ നമുക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. ഇവനകത്ത് അച്ഛന്റെ മകനല്ലേ എന്നൊരു ചോദ്യം അതിന് മുൻപുണ്ട് എന്നോട് നമുക്ക് ചിന്തിക്കാം. ഇവനകത്ത് അച്ഛന്റെ മകനല്ല. തച്ചന്റെ മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം യേശുവിനെ ശരിയാം വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. യേശുവിന്റെ ദൈവീകതയെ തിരിച്ചറിയാൻ കഴിയാത്തവർ. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദ, ശെമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഇതാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്ന വചനം. അതായത് ഈശോയെ കേവലം ഒരു മനുഷ്യനായി മാത്രം മനസ്സിലാക്കുന്ന ഒരു സാമാന്യ ജനത്തിന്റെ വിശകലനമാണ് മർക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് നാം ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇനി ഈ മർക്കോസ് 15-ാം അധ്യായം 40-ാം വാക്യം എത്തുമ്പോൾ വീണ്ടും ഈ ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുടെ വിവരണം നൽകുമ്പോൾ മർക്കോസ് ലീഹ വീണ്ടും പറയുന്നുണ്ട്. 15-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. മഗ്ദലന മറിയവും യോസേയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയവും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് 6:3 യാക്കോബ്, യോസെ തുടങ്ങിയവരുടെ അമ്മയായി പറയപ്പെട്ട മറിയം കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറ്റൊരു മറിയമാണ് എന്ന് മർക്കോസ് സുവിശേഷകൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നത് സത്യമാണ്. ഇതര സമാന്തര സുവിശേഷങ്ങളിലെ ഈ മറിയത്തെ യേശുവിന്റെ കുരിശിനരികെ അമ്മയായ മറിയത്തോടൊപ്പം നിൽക്കുന്ന മറിയങ്ങളുടെ പേര് പറയുമ്പോൾ ഈ മറിയത്തെ മറ്റേ മറിയം എന്ന് ചുരുക്കി പറയുന്നു. അതായത് ദി അതർ മേരി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഒപ്പം പരാമർശിക്കപ്പെടുന്ന മറ്റൊരു മറിയം എന്ന അർത്ഥത്തിലാണ് ഈ മറിയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ ഈ മറിയം ആരായിരുന്നു എന്ന്, ഈ മറ്റേ മറിയം ദി അതർ മേരി എന്ന് പറയപ്പെടുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും വ്യക്തമായ സൂചന നമുക്ക് തരുന്നത് യോഹന്നാൻ ശ്ലീഹായാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മയുടെ സഹോദരി എന്ന് പറയുന്ന ഒരു മറിയം, അമ്മയുടെ സഹോദരി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക, കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈ മറ്റേ മറിയം ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ സൂചന നമുക്ക് കിട്ടുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹോദരിയായ ഒരു മറിയത്തിന്റെ മക്കളാണ് യാക്കോബ്, യോസെ തുടങ്ങിയ വ്യക്തികൾ എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മർക്കോസിന്റെ 6:3 വ്യാഖ്യാനിക്കേണ്ടത് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 40-ന്റെയും അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിന്റെയും പശ്ചാത്തലത്തിലാണ്. ഇപ്രകാരം വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യാക്കോബ്, യോസെ തുടങ്ങി ഇവിടെ പേര് പറയപ്പെട്ടിരിക്കുന്ന സഹോദരന്മാര് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മക്കളായിരുന്നില്ല, മറിച്ച് അവളുടെ സഹോദരിയായ മറ്റൊരു മറിയത്തിന്റെ മക്കളായിരുന്നു എന്ന് സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വീണ്ടും നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തിന് മറ്റു മക്കളോ, ഈ യാക്കോബ്, യോസെ, യൂദ, ശെമയോൻ ഇവരൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മക്കളായിരുന്നെങ്കിൽ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന നേരത്ത് മിശിഹാതമ്പുരാൻ പരിശുദ്ധ കന്യകാമറിയത്തെ യോഹന്നാന് ഭരമേൽപ്പിക്കുമായിരുന്നില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതായത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, അമ്മയായ മറിയത്തെ യോഹന്നാന് ഭരമേൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നു.
ഇതാ നിന്റെ മകനെന്ന് യോഹന്നാനെ അമ്മയ്ക്കും ഫലമേൽപ്പിക്കുന്നതിലൂടെ മിശിഹാ തമ്പുരാൻ തൻ്റെ പുത്രന് അടുത്ത ഉത്തരവാദിത്വം യോഹന്നാന് ഫലമേൽപ്പിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നു. അതായത് മറ്റ് സഹോദരങ്ങള് മിശിഹായ്ക്കുണ്ടായിരുന്നെങ്കിൽ, അഥവാ പരിശുദ്ധ കന്യകാമറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം മിശിഹായെ തൻ്റെ അമ്മയെ യോഹന്നാന് ഫലമേൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിത്യകന്യാത്വത്തെ നിഷേധിക്കുന്ന ഒരു പ്രസ്താവനയായി മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. തന്നെയുമല്ല, നമ്മൾ ഓർക്കണം, പരിശുദ്ധ കന്യകാമറിയം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതപ്പെടുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം എന്നത്. അതായത് അമ്മ മേരിയുടെ നിത്യകന്യാത്വത്തെ കുറിച്ച് സുവിശേഷങ്ങളിലുള്ള സൂചനകള് അമ്മ മറിയത്തെ അറിയാവുന്ന ആളുകളുടെ മുമ്പിലാണ് സുവിശേഷകൻ പറയുക. അതായത് പരിശുദ്ധ കന്യകാമറിയം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയ്ക്ക് മക്കൾ വേറെ ഉണ്ടായിരുന്നു, അമ്മയുടെ കന്യാത്വം സംശയാസ്പദമാണോ തുടങ്ങിയ ആശങ്കകൾ ഒരുപക്ഷെ നമുക്കുണ്ടായെന്നിരിക്കും. എന്നാൽ AD 60 മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ നേരിട്ട് കാണുകയും അമ്മയോടൊത്ത് ജീവിക്കുകയും അമ്മയോടൊത്ത് താമസിക്കുകയും ചെയ്തവരാണ് ഈ വ്യാഖ്യാനം നൽകുന്നത് എന്ന് നാം തിരിച്ചറിയും. അതായത് പരിശുദ്ധ കന്യകാമറിയത്തെ ഏറ്റവും അടുത്തറിയാവുന്ന സുവിശേഷകര്, അമ്മയെ ഏറ്റവും അടുത്തറിയാവുന്ന വിശ്വാസികളോട് അമ്മയുടെ കന്യാത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് ആലങ്കാരികമാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന സത്യം നാം വീണ്ടും മനസ്സിലാക്കും. തന്നെയുമല്ല, ഈ സുവിശേഷകന്മാരുടെ സമകാലികരായി കരുതപ്പെടാവുന്ന ആദിമ സഭാപിതാക്കന്മാര്, വിശിഷ്യ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹം പറയുന്നുണ്ട്, യേശു മിശിഹായുടെ അമ്മയും നിത്യകന്യകയുമായ പരിശുദ്ധ കന്യകാമറിയത്തെ എനിക്കറിയാം എന്ന് ഇഗ്നേഷ്യസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓർക്കുക, അവൾ നിത്യകന്യകയായിരുന്നു എന്നുള്ളത് കേവലം നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഏതെങ്കിലും മരിയൻ ഭക്തരുടെ കണ്ടെത്തലല്ല, മറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കന്യാത്വത്തെ കുറിച്ചുള്ള സഭയുടെ ആരംഭകാലം മുതലെയുള്ള വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് ആരും എഴുതാപ്പുറം വായിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഈ സഹോദരങ്ങള് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹോദരിയുടെ മക്കളായിരുന്നു എന്ന് വ്യക്തമാണ്. തന്നെയുമല്ല, വീണ്ടും മറ്റൊരു തെളിവ് കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. യൂദ എന്നിവിടെ പേര് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ പേരിൽ ഒരു ലേഖനം ബൈബിളിലുണ്ട് എന്ന് നമുക്കറിയാം. യൂദ എഴുതിയ ലേഖനത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമെന്ന്. താൻ യാക്കോബിന്റെ സഹോദരനാണ് എന്ന സത്യം യൂദ ഏറ്റു പറയുന്നു. പക്ഷേ താൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ് എന്ന്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുത്രനായിരുന്നു യൂദ എങ്കിൽ ഒരിക്കലും ഇപ്രകാരം എഴുതുമായിരുന്നില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് മാതാവിനെ ഇഷ്ടമില്ലാത്തവര്, മാതാവിനെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്നവര് സഭയിൽ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത്തരക്കാരുടെ അവകാശവാദങ്ങൾക്ക് ബൈബിളിന്റെ വെളിച്ചത്തില് യാതൊരു സാധൂകരണവും ഇല്ല, നീതീകരണവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരക്കാരുന്നയിക്കുന്ന വാദഗതികളിൽപ്പെട്ട് സാധാ വിശ്വാസികൾ വഴിതെറ്റാനോ ഇടറാനോ ഇടവരരുത് എന്ന് മാത്രം ഓർത്തിരിക്കും. ദൈവം പരിശുദ്ധ കന്യകാമാതാവിലൂടെ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിതനാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം വാഴ്ത്തിടാം വാഴ്ത്തിടാം, സ്നേഹകീർത്തനമേകാം.